നമസ്കാരം, എല്ലാ കുട്ടികളും ഗിരീഷ് സാറാണ്. കോൺവെക്സ് ലെൻസിനും കോൺകേവ് മിററിനും 1/u 1/v ഗ്രാഫ് ഉണ്ട്. പല കുട്ടികൾക്കും ഭയങ്കര പ്രയാസമായിട്ടുള്ള ഗ്രാഫാണ്. വളരെ സിമ്പിളാണ്. 1/u നിങ്ങൾ എടുക്കേണ്ട റീഡിങ് ഞാനിപ്പോൾ വരച്ച് കാണിക്കില്ല ലൈവായിട്ട്, അതുകൊണ്ട് നിങ്ങൾ കണ്ട് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. 0, 0.01, 0.02, 0.03. ഇത് y ആക്സിലും എടുക്കണം. 0.01, 0.02, 0.03 ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു ഒറ്റ പോയിന്റ് ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയിട്ട് അതിൽ നിന്ന് OAയും OBയും എടുക്കുക. F= 2/OA + OB. ഏകദേശം നമ്മുടെ ടാബറക്കോളത്തിൽ കിട്ടുന്ന റീഡിങ്ങുമായിട്ട് ടാബുലേഷൻ കിട്ടുന്ന റീഡിങ്ങായിട്ട് ഗ്രാഫിന്റെ റീഡിങ് ഏകദേശം സിമിലർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി നമുക്ക് ഗ്രാഫിലിട്ട് വരയ്ക്കാം. നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ UV ഗ്രാഫ് പഠിച്ചു. യുവും വിയും വെച്ചുള്ള ഗ്രാഫ് പഠിച്ചു. അത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തു. ഇനി 1/u 1/v ഗ്രാഫാണ്. അതായത് ഇത് നിങ്ങൾക്ക് ഡബിൾ നേട്ടമാണ്. എന്താണെന്നറിയോ? ഡബിൾ ധമാക്കയാണ്. ലെൻസിനും കോൺകേവ് മിററിനും സെയിം ഗ്രാഫാണ്. അന്നേരം ആദ്യം UV ഗ്രാഫും സെയിം ആണ്, 1/u 1/v ഗ്രാഫും സെയിം ആണ്. ഇനി ഞാൻ 1/u 1/v ഗ്രാഫ് വരയ്ക്കാൻ പോകും. അന്നേരം ഞാൻ ഇത് അപ്പുറത്തോട്ട് ഈ രണ്ട് കോളം മാത്രം ഞാൻ അപ്പുറത്തോട്ട് വരയ്ക്കാൻ പോകും. നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി മാത്രം ആണ്ടേ. 1/u 1/v 1/u 1/v. ഇനി ഞാൻ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. അത് ഞാൻ y ആക്സിസ് വരച്ചു, എന്നിട്ട് ഞാൻ ഈ x ആക്സിസ് വരച്ചു. നിങ്ങൾ വ്യക്തമായിട്ട് കൊടുക്കണം. ഇതിനൊക്കെ മാർഗമുള്ളതാണ്. x ആക്സിസിൻ്റെ അവിടെ 1/u, y ആക്സിസിൻ്റെ അവിടെ 1/v. ഇനി ഞാൻ കൊടുക്കുന്ന റീഡിംഗ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പലർക്കും 1/u 1/v ഗ്രാഫ് ഇച്ചിരി പാടെന്ന് പറയും. 0.01, 0.01, 0.02, 0.03, 0.04, 0.05, 0.06, 0.07, 0.08, 0.09. അടുത്തത് എന്താണ്? 0.1, 0.2. ഇങ്ങനെ എടുക്കണം. ഈക്വൽ ഡിവിഷൻ ആയിരിക്കണം. ഇത് y ആക്സിൽ എടുക്കണം. 0.01. ഇങ്ങോട്ട് കുറച്ചുകൂടെ നമുക്ക് വൃത്തിയായിട്ട് എടുക്കാം. 0. എഴുതാൻ പറ്റും വൃത്തിയായിട്ട്. 0.02, 0.03 നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 0.04, 0.05, 0.06, 0.07, 0.08, 0.09. ഇവിടെ വരുമ്പോൾ 0.1. അവിടെ വരെ നമ്മൾ റീഡിങ് വൃത്തിയായിട്ട് ഈക്വൽ ആയിട്ട് 0.01, 0.02 ഇങ്ങനെ എടുക്കുക. ഇനി നമുക്ക് 1/u നോക്കാം. 1/u എന്ന് പറയുന്നത് 0.06. 2 അവിടെ കിടന്നോട്ടെ. മറ്റേത് 0.03. അന്നേരം ഇത് 0. x ആക്സിസ് 0.06. ഇത് 1 ആണ്. 2, 3, 4, 5, 6. ഇതാണ് 0.06. അത് വരുന്നത് 0.03 അല്ല, ഇതാണ് 0.03. അതുകൊണ്ട് ഏകദേശം ഇവിടെ വരും. ഇതൊരു പോയിന്റാണ്. ഇനി അടുത്ത 0.05. അത് 0.045 എന്ന് പറഞ്ഞാൽ 0.5 അടുത്ത് വരും. അത് നിങ്ങൾ നോക്കിയേ. 0.55. ഇത് 1, 2, 3, 4, 5. ഇവിടുന്ന് ഒന്ന് 0.45 നേരെ പോവുക. 45 എന്നൊക്കെ പറയുന്ന ഏകദേശം ആണ്ട് ഇവിടെ ആയിട്ടുള്ളൂ. ഇനി അടുത്ത് ഒരു ഏകദേശം 2-3 പോയിന്റ് മതി. 0.05 0.05 തന്നെ. അന്നേരം ഇത് 1, 2, 3, 4, 5. 0.5 0.5 തന്നെ നേരെ കൊണ്ടുവന്ന് ഇതുവരയ്ക്ക്. ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടിയാലും ഈ ഗ്രാഫ് കറക്റ്റാണ്. ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടിയാലും മതി, ഒരു പ്രശ്നമില്ല. ഞാൻ അടുത്ത ഒരു പോയിന്റ് കൂടെ നോക്കാം. 0. ഇത് 0.45 കേട്ടോ. ഞാൻ എഴുതിയപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. 0.45 അല്ല, 0.045.
അത് 0.05. അങ്ങനെ 0.45 എന്ന് പറയുന്നത് ഏകദേശം 0.45. അങ്ങനെ 0.5. ഏതെങ്കിലും 1-2 പോയിന്റ് നമുക്ക് പുറത്ത് കിട്ടിയാലും ഒന്നും പ്രശ്നമില്ല. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത്രയും പോയിന്റ് കിട്ടിയാൽ നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുക. ഈ പോയിന്റ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വേണ്ട. നിങ്ങൾ ബാക്കിയുള്ള പോയിന്റ് എടുത്തങ്ങ് കളഞ്ഞാലും 3 പോയിന്റ് വേണമെന്നുള്ളതിൽ നിങ്ങൾ 6 റീഡിംഗ് ഒക്കെ എടുക്കുമ്പോൾ 3 പോയിന്റ് കിട്ടും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം 2 പോയിന്റ് കിട്ടുന്നുണ്ട്, അത് മതി. ഏകദേശം 2 പോയിൻ്റൊക്കെ മതി. ഏകദേശം 1 പോയിന്റ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് നിങ്ങൾ റീഡിങ് എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അന്നേരം ഇവിടെ ഇത് നിങ്ങൾ OA എന്നും ഇത് നിങ്ങൾ OB എന്ന് എഴുതുക. അന്നേരം OA എന്ന് പറയുന്നത് 0.13ക്ക് തുല്യം. ഇത് 13 ആണ് ഉണ്ടോ. ഇത് 0.8587 ആണ്. OB എന്ന് പറയുന്നത് 0.087 ആണ്. 0 പോയിന്റ് നോക്കിയാൽ 0.08 ആണ്. പിന്നെ 0.8123 കഴിഞ്ഞിട്ട് ഇത് 0.09 ആണ്. അതിന് മുമ്പ് 0.087 ആണ്. ഇനി നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. ഇപ്പം നമുക്ക് ഓണാക്കിയോ. ഇപ്പം നമുക്ക് OA കിട്ടി 0.13, OB കിട്ടി 0.087. ഇനി നമുക്ക് F കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2/OA + OB. F = 2/OA എന്ന് പറയുന്നത് 0.13 + 0.87. അന്നേരം F = 2/, ഇത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പം 0.87 ആണ് കേട്ടോ. 0.87 നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 0.217 കിട്ടും. അന്നേരം F = നമുക്ക് കിട്ടുന്ന ഉത്തരം ഏകദേശം 9.2 സംതിങ്, 9.21 എന്നോ കണ്ട് കിട്ടും. അത്രയും സെൻറ്റിമീറ്റർ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇത് 9 നമുക്ക് 9.9 കിട്ടേണ്ടത്. 9.2 ഒന്നും കുഴപ്പമില്ല ഗ്രാഫിൽ. അത് 9.21 സെൻറ്റിമീറ്റർ മീറ്റർ ആക്കാം. 9.21 × 10⁻²- മീറ്റർ. അന്നേരം റീഡിങ് എടുക്കുന്ന വ്യക്തമായിരിക്കണം. ഇതേ ഡിവിഷനിൽ നിങ്ങൾ റീഡിങ് എടുക്കുക. ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടിയാലും നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരയ്ക്കുക. ഈ ഇക്വേഷൻ വെച്ച് നിങ്ങൾ F = 2/OA + OB ചെയ്യുക. OA OB ഇവിടെ നിന്ന് കണ്ടുപിടിക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ഏകദേശം ഉത്തരത്തിനടുത്ത്, നമ്മുടെ ടാബിൾ കോളത്തിൽ കിട്ടുന്ന ഉത്തരത്തിനടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റാണ്. ഇതേ ഉള്ളൂ. ഇച്ചിരി കടുപ്പമുള്ള ഗ്രാഫ് നിങ്ങൾക്ക് ഗ്രാഫുകളിൽ വരയ്ക്കാൻ 1/U 1/, ഗ്രാഫ്. ഇതേ ഡിവിഷൻ എടുത്താൽ നിങ്ങൾക്ക് നന്നായിട്ട് ഗ്രാഫ് കിട്ടും. ഇതിനെക്കാട്ടി കുറച്ചുകൂടെ നല്ല റീഡിങ് കിട്ടും. ഓക്കെ. അന്നേരം നമുക്ക് 2 ഗ്രാഫുകളും കഴിഞ്ഞു. UV ഗ്രാഫും 1/U 1/V ഗ്രാഫും. അന്നേരം ഇത് ലെൻസിനും മിററിനും ഒരേപോലെ ആവശ്യമാണ്. ഓക്കെ. അന്നേരം ഗ്രാഫ് ക്ലിയർ ആണല്ലോ. ഇപ്പം 1/U 1/V ഗ്രാഫ് ഇതേ ഈക്വൽ ഡിവിഷൻ വെച്ച് നിങ്ങൾ ചെയ്യുക, അടിപൊളിയായിട്ട് ഗ്രാഫ് കിട്ടും. അന്നേരം നമ്മൾ UV ഗ്രാഫ് ഒരു വീഡിയോ ചെയ്തു, 1/U 1/V ഗ്രാഫ് അടുത്ത വീഡിയോ ചെയ്തു. അന്നേരം ലെൻസ്, കോൺവെക്സ് ലെൻസിനും കോൺകേവ് മിററിനും ഉള്ള ഗ്രാഫുകൾ സൂപ്പറായി. ഇനി പലരും ചോദിച്ചിരിക്കുന്ന സിമ്പിൾ പെൻഡുലത്തിൻ്റെയും ഓംസിലയുടെയും ഗ്രാഫ് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.